ഹായ്, നമ്മൾ സാധാരണ പച്ചക്കറികളിൽ തക്കാളി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കറി എന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് മുട്ടയൊക്കെ. നമ്മൾ നോർമലി എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ് മുട്ട. അതേപോലെ തന്നെ വഴുതനങ്ങയും നമ്മുടെ പച്ചക്കറികളിൽ നമ്മൾ കോമൺ ആയിട്ട് ഉൾപ്പെടുത്തുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ബോള്, ഇങ്ങനെയുള്ള പല ഐറ്റംസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പേരുകളെല്ലാം ചേർന്നിട്ട് വരുന്ന ഒരു പച്ചക്കറി, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് പച്ചക്കറിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ട്, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് നല്ല വെയിൽ കിട്ടി. അപ്പോൾ ഈ ഒരു 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ്. അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, ഉണ്ടായി കിടക്കുന്ന സമയത്ത് ഒരു മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അതിൽ ആ ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളം വീണിട്ട് അത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചെടികളും മരങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇതൊന്ന്, കാരണം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എന്താ പച്ചക്കറി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഞങ്ങളുടെ വീട്ടിൽ കോമൺ ആയിട്ടുള്ളതാണല്ലോ എന്ന്. പക്ഷെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമ്മുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ പലരും ഇതിങ്ങനെ പറയുമ്പോഴത്തേക്കും തക്കാളിയാണോ ഇത് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പറയും അല്ല, ഇത് ഇങ്ങനെ ഒരു പച്ചക്കറിയാണോ എന്ന് പറയുമ്പോഴത്തേക്കും ഓ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മളിതിന് വഴുതനങ്ങയാണ്. വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ ഇത് ബോൾ വഴുതനങ്ങ, അതേപോലെ തന്നെ എഗ് വഴുതനങ്ങ, തക്കാളി വഴുതനങ്ങ, അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കോമൺ ആയിട്ട് നമുക്ക് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അലങ്കാര ചെടിയായിട്ട് പല സ്ഥലങ്ങളിലും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ കായ അതിലിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഉണ്ടായി കിടക്കുന്ന സമയത്ത് ഒരു വെള്ള കളറും അത് കഴിഞ്ഞിട്ടൊരു ഓറഞ്ച് കളറിലാണ്. പഴുത്ത് വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ്, പിന്നെ അവസാനത്ത് നന്നായിട്ട് പഴുത്ത് വരുമ്പോൾ അതൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരും. അത് നല്ല സൈസ് വയ്ക്കും. അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന ഒരു വഴുതനങ്ങയാണ് ഇത്, തക്കാളി വഴുതനങ്ങ. ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഒരു മീഡിയം മുഴുപ്പിലുള്ളതാണ്. ഇതിലും നന്നായിട്ട് സൈസ് വയ്ക്കും. ഇതൊക്കെ ഉണ്ടായി വരുന്നതാണ്. ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു മുട്ടയുടെ ഷേപ്പ് തോന്നും. ഇതിൻ്റെ ഈ ഒരു ഇല ഭാഗമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു കറക്റ്റ് ഒരു തക്കാളിയുടെ ഷേപ്പായിരിക്കും തോന്നുക. പിന്നെ അത്രയും വലുതായിട്ട് വരുമ്പോൾ നമുക്ക് തോന്നും ഒരു ബോളായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നത്. സാധാരണയായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പച്ചക്കറികളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്നവർക്ക് നമുക്ക് ഓരോ ചെടികളുടെ ഇല കാണുമ്പോഴത്തേക്ക് അത് ഏത് ചെടിയാണ് അല്ലെങ്കിൽ പച്ചക്കറിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ വഴുതനയുടെ ഒക്കെ രൂപസാദൃശ്യത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത്. അതിൻ്റെ തണ്ടുകളും ഒക്കെ അതേപോലെ തന്നെ നല്ല ബലമാണ് ഇതിൻ്റെ തണ്ടിനൊക്കെ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ അത് വളർന്നങ്ങ് പൊക്കോളും. അതിൽ തണ്ടിൻ്റെ ഈ ഒരു ശിഖരങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വഴുതനങ്ങ ഉണ്ടായി കിടക്കും. ആ ഇലയാണെങ്കിലും അതെ ഇലയിൽ നിറയെ മുള്ളുകളുണ്ട് കേട്ടോ, നല്ല കൂർത്ത മുള്ളുകളാണ്. കയ്യെ കൊണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മുറിയും. എനിക്ക് കുറച്ച് മുന്നേ കൊണ്ട് നന്നായിട്ട് ചോര വന്നായിരുന്നു മുറിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തോട് കണ്ടോ, നമ്മൾ നോർമലി ഉള്ള തക്കാളി പോലെ വഴുതനങ്ങ പോലെയല്ല, ഇതിൻ്റെ തോടിന് നല്ല കട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് തോരൻ വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനൊക്കെ, മെഴുക്കുവരട്ടി എന്ന് വെച്ചാൽ മീൻസ് തേങ്ങ ഇടാതെ ഉണ്ടാക്കുന്നത്. പല സ്ഥലത്തും പല പേരുകളിലാണല്ലോ പറയുന്നത്. നമ്മളിവിടെയൊക്കെ മെഴുക്കുവരട്ടി എന്ന് പറയും. അത് പല സ്ഥലത്തും അത് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട്, കാരണം ഇത് ഉടഞ്ഞു പോകത്തില്ല, നല്ല കട്ടിയാണ് ഇതിന്. പിന്നെ ചിലർ സലാഡിലിട്ട് കഴിക്കും ഈ ഒരു വഴുതനങ്ങ. നമ്മൾ സാധാരണ വഴുതനങ്ങ ഉപയോഗിക്കാറുണ്ട്, നീളമുള്ള വഴുതനങ്ങ, പിന്നെ കത്തിരിക്ക, ഇതൊക്കെ ഈ ഒരു വഴുതനയുടെ വർഗ്ഗത്തിൽപ്പെടുന്നതാണ്. നമ്മൾ കത്തിരിക്കയൊക്കെ കൂടുതൽ സാമ്പാറിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വഴുതനങ്ങ നമ്മൾ അവിയലിനും ഉപയോഗിക്കും, ചിലർ സാമ്പാറിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് വഴുതനങ്ങ പൊള്ളിച്ചെടുക്കുന്നത്. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതിനകത്ത് നല്ല മീനിനുള്ള മസാലയൊക്കെ പുരട്ടിയിട്ട് അത് എണ്ണയ്ക്കകത്ത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ, പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ വഴുതനങ്ങ, നോർമലി ഉള്ള വഴുതനങ്ങ കൊണ്ട് എന്തൊക്കെ കറികൾ ഉണ്ടാക്കുന്നോ ആ കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വഴുതനങ്ങയാണ് നമ്മുടെ ഈ ബോൾ വഴുതന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം ഈ ഒരു വഴുതന വയ്ക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണാണെങ്കിൽ ചെറുതായിട്ട് ഇടയ്ക്ക് നനച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സീഡാണ്, അതിൻ്റെ ആ ഒരു പഴുത്ത് കഴിയുമ്പോൾ അതിനകത്തൊരു വിത്തുകളുണ്ട് തരിതരയായിട്ടുള്ള. ആ വിത്തുകളാണ് നമ്മൾ ഉൽപ്പാദനത്തിനായിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സീഡുകളൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നഴ്സറിയിൽ അല്ലെങ്കിൽ ഫാമിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ സീഡുകളൊക്കെ. ഇതിന് പ്രത്യേകിച്ചുണ്ടല്ലോ, നമ്മൾ വളക്കൂറുള്ള മണ്ണിൽ വെക്കണം. നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് പിടിപ്പിച്ചെടുക്കാനായിട്ട്. കാരണം അത് പെട്ടെന്ന് പിടിച്ചു കിട്ടില്ല. നല്ലതായിട്ടൊന്ന് കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോവത്തില്ല ഈ നമ്മുടെ ഈ വഴുതന. ആ ഓമനാമേ, ഇതാണ്ട് മഴ പെയ്യണ്. ഞാൻ ഓമനാമയെ നോക്കിയിട്ട് കണ്ടില്ല. അത് കാരണം ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വീഡിയോ ചെയ്തു വെക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓമനാമയുടെ നേരത്തെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഓമനാമ പറഞ്ഞു, ഓമനാമ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വഴുതനങ്ങ കാണുന്നതെന്ന് പറഞ്ഞു. ഓമനാമ അല്ലേ ഓമനാമേ? സാധാരണ ഓമനാമ മറ്റേ നോർമലി നമ്മൾ കാണുന്ന വഴുതനങ്ങയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴാണ് ഓമനാമ ഈ വഴുതനങ്ങ കാണുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓമനാമയ്ക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു.
അപ്പൊ അന്നേരം ഓമനാമ്മയുടെ പുല്ല് പറിച്ചുകൊണ്ട് വന്നപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓമനാമ്മ മഴ കൊള്ളാതെ അങ്ങ് പോയി. അപ്പൊ പിന്നെ എന്തേ നല്ല മഴ തുടങ്ങി. അപ്പൊ നമ്മളൊന്ന് അകത്തേക്ക് കയറുവാണ് കേട്ടോ. ഇതിന്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും മഴ കൊള്ളത്തില്ല. ഇല്ല. ഇത് നമ്മുടെ ചതുരപ്പയറാണോ? ചതുരപ്പയറല്ലേ ഇത്? എന്നാ കൊത്തമര അല്ലല്ലോ, വേറെ ഒരു പരന്ന സൈസ് ഒരു പയറല്ലേ? പയറാണ്. ഇല്ല, ഒത്തിരി വീതിയല്ല, ഒരു ചെറിയ വീതിക്ക് ഒരു നീളം കുറഞ്ഞത്. അത് ഇതുവരെയായിട്ട് അത് ഉണ്ടായില്ല. അത് ഇത് കാട് പിടിച്ചിങ്ങനെ കിടക്കുക. ഇതിന്റെ ഇടയിൽ നിത്യവഴുതന നിപ്പില്ലേ? അതിന്റെ ഇടയിൽ നിത്യവഴുതന നിപ്പുണ്ട്. ഒരെണ്ണെങ്കിലും കാണിക്കാനുള്ള പൂത്ത് പോലും ഇല്ല. അത് ചെറിയൊരു പയർ ഐറ്റം തന്നെയാണ്. ഇത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. അതിന്റെ പേരുണ്ടായിരുന്നു. അതിനിടയിൽ നിത്യവഴുതനയും കൂടെ കൂടിയിട്ടാണ് മിക്സ് ആയിട്ടാണ് നിൽക്കണേ. നിത്യവഴുതനയും ഇവിടുന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേന്ന് കാ പറിച്ച് നിറയെ ഇവിടെ നമ്മൾ സ്റ്റാളിൽ കൊടുക്കാറുണ്ട്. നല്ല മഴയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്കുണ്ടല്ലോ ഇവിടെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കാറ്റ് കൊള്ളാനാണെങ്കിലും മഴ ആസ്വദിക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആരുടെ ഒരു ശല്യമില്ല. മനസമാധാനമായിട്ട് ഒറ്റയ്ക്കൊക്കെ ഇരിക്കേണ്ടവർക്കാണെങ്കിൽ ഇവിടെ വന്നിങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഈ മഴയൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അല്ലേ ഓമനാമ്മേ? അതെ അതെ. ഓമനാമ്മ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചോരുമ്പോൾ പുല്ല് പറിക്കാൻ ഇറങ്ങും. അപ്പം മഴ തുടങ്ങും. അപ്പൊ ഓമനാമ്മ ഇവിടെ കയറിയിരിക്കും. ഇത് തന്നെ ഓമനാമ്മയ്ക്ക് സ്ഥിരം പണി. ഓമനാമ്മ ഈ വഴുതന ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാര്യം ഇത് നട്ടു വളർത്തലുണ്ടെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് സാധനത്തിന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആണ്. ഇവിടുന്ന് പറിച്ച് കൊണ്ടുപോകാറില്ലേ സ്റ്റാളിലേക്ക്? സ്റ്റാളിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആർക്കും അത് ഇതെന്ത് ചെയ്യണോന്നറിയാൻ പാടില്ല. നമ്മൾ സാധാരണ കാണുന്ന പച്ചക്കറി, തക്കാളി, വഴുതന, വെണ്ടയ്ക്ക, കിഴങ്ങ്, സവാള, വഴുതനയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലത്തെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള നോർമലി ഉള്ള പച്ചക്കറികളാണ് സാധാരണ കണ്ടേക്കുന്നത്. അപ്പൊ അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറി കാണുമ്പോഴത്തേക്കും അതും കൊണ്ട് വരുമ്പോ അത് എന്താ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് ആളുകൾക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ ചോദിക്കുക. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഫ്രൈ ആക്കി എടുക്കാം, അല്ലെ പൊള്ളിച്ചെടുക്കാം, കറിക്കകത്ത് ഉപയോഗിക്കാം, സലാഡ് ഉണ്ടാക്കാം. കാരണം ഈ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലതാണ് ഈ ഇങ്ങനത്തെ വഴുതനങ്ങയൊക്കെ. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ ഇവർ വാങ്ങിച്ചിട്ട് പോകും. പക്ഷെ ഇതിന്റെ സീഡുകൾ ഉണ്ടെങ്കിൽ ഈ സീഡ് എടുത്ത് വെക്കുന്നത് നല്ല ചെലവാണ്, നമുക്ക് പെട്ടെന്ന് ചെലവാകും. നമ്മളല്ലേ ഇവിടെ സീഡ് എടുത്ത് പഴുത്തതോടുകൂടി വെച്ചാൽ അവർ പെട്ടെന്ന് അതെ, ഇവിടെ പഴുത്തത് അങ്ങനെ തന്നെ കൊടുക്കും ചിലർക്ക്. അല്ലാതെ അത് കളക്കിയിട്ട് അതിന്റെ സീഡായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ പെട്ടെന്ന് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകും. ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, അലങ്കാര ചെടിയായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാം. കാരണം നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? നിറയെ ഇങ്ങനെ വെള്ള കളറിലും ഓറഞ്ച് കളറിലും ഒക്കെ വഴുതനങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? പിന്നെ നമ്മുടെ ഈ ഒരു തക്കാളി വഴുതന ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് സെന്റർ വാരണാസിയിലുള്ള അവിടുന്ന് വികസിപ്പിച്ചെടുത്ത ഒരിനമാണിത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ടൊമാറ്റോ ഇല്ലേ, തക്കാളിയും വഴുതനങ്ങയും കൂടെ സംയോജിപ്പിച്ച ഒരു പുതിയ സസ്യത്തെയാണ് വികസിപ്പിച്ചെടുത്തേക്കുന്നത്. അപ്പൊ അതിന് അവർ വിളിക്കുന്നൊരു പേര് ബ്രിമാറ്റോ എന്നാണ്. കാരണം ബ്രിഞ്ചാളിന്റെ ബ്രിയും വഴുതനങ്ങ ടൊമാറ്റോയുടെ മാറ്റോയും അങ്ങനെ ചേർത്തിട്ട് രണ്ടും കൂടെ സംയോജിപ്പിച്ച് ബ്രിമാറ്റോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു സസ്യത്തെ ഉണ്ടല്ലോ നമ്മുടെ നൂതന സാങ്കേതിക വിദ്യയായ ഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെയാണ് ഇതിനെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ വാരണാസിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും വഴുതനയും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു സസ്യമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ശാസ്ത്രീയ നാമം അതിനെടുത്ത് പറയാനായിട്ടില്ല. രണ്ടും ഒരേ കുടുംബത്തിൽപ്പെടുന്ന സസ്യവും കൂടിയാണ്. കാരണം നമുക്ക് തക്കാളിയും വഴുതനയും ഒരേ ചെടിയിൽ തന്നെ രണ്ട് പ്രോഡക്റ്റുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് വെള്ളവും സ്ഥലവും എല്ലാം ലാഭിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വഴുതനങ്ങയെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിങ്ങളുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. നല്ല മഴയാണ്, അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്കൊന്നും പോകാതെ ഇവിടെ തന്നെ അങ്ങോട്ട് കൺക്ലൂഷൻ പറയുന്നത് കേട്ടോ. കാരണം നല്ല മഴയാണ്. കാരണം നമ്മൾ മഴ തോരാൻ വെയിറ്റ് ചെയ്തിട്ടും മഴ തോരുന്നില്ല. അതുകൊണ്ട് നമ്മളത് കൺക്ലൂഷൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് മഴയില്ലാത്തൊരു ഏരിയ പിടിച്ചതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പം ഇങ്ങനെയുള്ള രീതിയിലൂടെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അഭിമാനമല്ലേ, നമ്മുടെ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്താണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമുക്ക് അഭിമാനമാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോൾ ഇത് നിങ്ങളുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യണം തോന്നി ഈ ഒരു വഴുതനങ്ങ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ്. കണ്ടിട്ടുള്ളവർക്ക് നമുക്ക് ചിലർ ഇപ്പോൾ PSC പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും, ഇത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കാണെങ്കിലും അറിയാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വഴുതനങ്ങയെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.